ഫെബ്രുവരി 2 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ മെയിൻ ഒരു കറണ്ട് അഫെയർ എന്ന് പറയുന്നത് ബജറ്റാണ്. 12 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് നികുതി നൽകണ്ട. ശമ്പളക്കാരാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കൂടി ചേർത്ത് 12.75 ലക്ഷം രൂപയ്ക്ക് വരെ നികുതിയില്ല. വരുമാനം 12 ലക്ഷത്തിനും അല്പം മുകളിലെങ്കിലും മാർജിനൽ റിലീഫ് ഉള്ളതിനാൽ വലിയ ബാധ്യതയില്ല. പുതിയ സ്കീമിലെ നികുതി സ്ലാബുകൾ 6-ൽ നിന്ന് 7 പഴയ സ്കീമിൽ മാറ്റങ്ങളില്ല. 30% നികുതി 24 ലക്ഷത്തിലേറെ വരുമാനമുള്ളവർക്ക് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. നട്ടെല്ലാകും MSME. സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളുടെ അതായത് MSMEയുടെ നിർവചനം പുതുക്കി. നിക്ഷേപ പരിധി നിലവിലുള്ളതിൻ്റെ 2.5 മടങ്ങാക്കി. വിറ്റുവരവ് ഇടിയും. തപാലിന് കുശാൽ. 1.5 ലക്ഷം പോസ്റ്റ് ഓഫീസുകളെ കോർത്തിണക്കി ഇന്ത്യ പോസ്റ്റിനെ വൻകിട ലോജിസ്റ്റിക്സ് കമ്പനിയാക്കി മാറ്റും. ഇന്ത്യ പോസ്റ്റിൻ്റെ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ സേവനം ഗ്രാമീണ മേഖലയിൽ വ്യാപിപ്പിക്കും. മെച്ചപ്പെടും കൃഷി. കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ വായ്പ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷം ആക്കും. കർഷകർക്കും ക്ഷീരകർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഗുണകരം. സ്വാശ്രയ സംഘ അംഗങ്ങൾക്ക് ഗ്രാമീണ മേഖലയിലുള്ളവർക്കും പ്രത്യേകമായി ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ. വിളവൈവിധ്യത്തിനും ഉൽപാദന വർധനവിനുമായി പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജന. പരിപ്പ് വർഗ്ഗക്കാർക്കായി മിഷൻ ആത്മനിർഭാരത. ബീഹാറിൽ മഖാന അഥവാ ആമ്പൽ പോലുള്ള നീർച്ചെടി. മഖാന ബോർഡ് ബീഹാറിൽ വരുന്നു. അസമിൽ യൂറിയ പ്ലാന്റ്. ലക്ഷദ്വീപിലും ആൻഡമാൻ നിക്കോബാറിലും ആഴക്കടൽ മത്സ്യബന്ധന പദ്ധതികൾ. ഫ്രോസ്റ്റർ ഫിഷ് പേസ്റ്റിൻ്റെ സുരിമി. കസ്റ്റംസ് തീരുവ 30% ആയിരുന്നത് ഇനി 5% മാത്രം. കളിപ്പാട്ടം മുതൽ കപ്പൽ വരെ ഇന്ത്യയെ കളിപ്പാട്ട നിർമ്മാണത്തിൻ്റെ ആഗോള കേന്ദ്രമാക്കാൻ കർമ്മ പദ്ധതി. കപ്പൽ നിർമ്മാണത്തിന് ക്ലസ്റ്റർ. ഇന്ത്യയിൽ കപ്പൽ പൊളിക്കുന്നതിന് പ്രോത്സാഹനം. നഗരവികസനത്തിന് 1 ലക്ഷം കോടി രൂപയുടെ അർബൻ ചലഞ്ച് ഫണ്ട്. 25,000 കോടി രൂപയുടെ മാരിടൈം വികസന ഫണ്ട്. ഇൻഷുറൻസിൽ 100% വിദേശ നിക്ഷേപം. പ്രീമിയം തുക ഇന്ത്യയിൽ തന്നെ നിക്ഷേപിക്കുമെങ്കിൽ ഇൻഷുറൻസ് രംഗത്ത് നേരിട്ടുള്ള വിദേശ നിക്ഷേപം 100% അനുവദിക്കും. ഉഡാൻ 2.0 എന്നാൽ എന്താണ്? ഗ്രാമീണ മേഖലകളിലും മറ്റുമായി 120 സ്ഥലങ്ങളിലേക്ക് കൂടി ഉഡാൻ ചെറുവിമാന സർവീസ്. കരുതലിൻ്റെ തണൽ. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ അതായത് ഗിഗ് തൊഴിലാളികൾക്ക് ആരോഗ്യ സുരക്ഷാ പദ്ധതി തിരിച്ചറിയൽ കാർഡ്. 3 വർഷത്തിനകം എല്ലാ ജില്ലാ ആശുപത്രികളിലും ഡേ കെയർ ക്യാൻസർ സെൻ്ററുകൾ. ഇക്കൊല്ലം 200 എണ്ണം. പഠനം പുതുവഴികളിൽ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ മികവിൻ്റെ കേന്ദ്രത്തിന് 500 കോടി. നൈപുണ്യ മേഖലയ്ക്കായി 5 മികവിൻ്റെ കേന്ദ്രങ്ങൾ. പാലക്കാട് ഉൾപ്പെടെ 5 IITകളിലായി 6,500 സീറ്റ് കൂടി. 5 വർഷത്തിനകം 75,000 മെഡിക്കൽ സീറ്റ് കൂടി. ഇക്കൊല്ലം 10,000. ആണവോർജം. ന്യൂക്ലിയർ എനർജി മിഷന് 20,000 കോടി ലക്ഷ്യം. ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഗുജറാത്ത് കലാപത്തിലെ അതിജീവിത. നീതിക്കായി പോരാടി സാക്കിയ ജാഫ്രി മടങ്ങി. കലാപത്തിൽ കൊല്ലപ്പെട്ട മുൻ കോൺഗ്രസ് MP എഹ്സാൻ ജാഫ്രിയുടെ ഭാര്യയാണ്. നവീൻ ചൗള അന്തരിച്ചു. മുൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നവീൻ ചൗള അന്തരിച്ചു. അദ്ദേഹത്തെക്കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 2005 മുതൽ 2009 വരെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായും 2009 ഏപ്രിൽ മുതൽ 2010 ജൂലൈ വരെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായും പ്രവർത്തിച്ച അദ്ദേഹം ട്രാൻസ്ജെൻഡറുകൾക്ക് വോട്ടവകാശം ഉറപ്പുവരുത്താനായി ശക്തമായി വാദിച്ചിരുന്നു. ട്രാൻസ്ജെൻഡറുകൾക്കായിട്ട് അതർ എന്ന ലിംഗവിഭാഗത്തെ അദ്ദേഹം വോട്ടിംഗ് പട്ടികയിൽ ഉൾപ്പെടുത്തി. ദേശീയ ഗെയിംസ് വുഷുവിൽ കേരളത്തിൻ്റെ ആദ്യ സ്വർണ്ണ ജേതാവായി മുഹമ്മദ് ജാസിൽ. ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്നലെ 3 സ്വർണം. നീന്തലിൽ സാജൻ പ്രകാശ്, ഹർഷിത ജയറാം. വുഷുവിൽ മുഹമ്മദ് ജാസിൽ. ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനമാണ്. ഇതിൻ്റെ തീം 2025 തീമാണ് പ്രൊട്ടക്റ്റിംഗ് വെറ്റ്ലാൻഡ്സ് ഫോർ അവർ കോമൺ ഫ്യൂച്ചർ. ഇത്രയും കാര്യങ്ങളാണ് ഫെബ്രുവരി 2 പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ്. താങ്ക് യു.